കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ കുടുംബത്തിന് നെടുന്തൂണായി നിന്ന നീ എന്നെ വിട്ടുപോയ ഞാനിതെങ്ങനെ സഹിക്കോടാ? എന്നെ കുറിച്ച് നീ ആലോചിച്ചോ കൃഷ്ണ? നീയും മോന്റെ കൂടെ പോയി ചേർന്നല്ലോടാ. നീ പോയപ്പോ എനിക്ക് മകനില്ലാതായി പോയല്ലോടാ മോനെ കൃഷ്ണ. ഈ പ്രായത്തിൽ നീ എന്നെ വിട്ടിട്ട് പോയത് വലിയ കഷ്ടമായി പോയടാ കൃഷ്ണ. അയ്യോ എന്റെ കൃഷ്ണ. ഭർത്താവ് നഷ്ടപ്പെട്ട എന്നെ സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചേട്ടൻ നോക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് പോയതുപോലെ ചേട്ടൻ എന്നെ വിട്ടിട്ട് പോകുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല. ഇനി എന്ത് ധൈര്യത്തിലാണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് പറയേ. മോളുടെ കല്യാണത്തിന് പന്തലിടാനിരുന്ന മുറ്റത്ത് ചേട്ടന്റെ മരണത്തിന് വേണ്ടി പന്തലിടേണ്ടി വന്നല്ലോ ചേട്ടാ. അയ്യോ, അളിയ, ഗ്രാമത്തിലെ ആർക്ക് എന്ത് സംഭവിച്ചാലും ഓടിപ്പോയി രക്ഷിക്കുന്ന ആളാ. ആരെന്ത് തെറ്റ് ചെയ്താലും അതിന് പരിഹാരം കണ്ടെത്തി ശിക്ഷ തീരുമാനിക്കുന്ന ആളാ. അങ്ങനെയുള്ള അളിയനില്ലാത്ത ഈ അവസ്ഥയില് നമ്മുടെയൊക്കെ കാര്യം എന്താവും അളിയ? ഈ ഗ്രാമത്തിന്റെ അവസ്ഥ എന്താവും അളിയ? കൃഷ്ണ, എന്നോട് നീ കാണിച്ചത് പോട്ടെ, പക്ഷെ അമ്മയില്ലാത്തൊരു കുഞ്ഞിനെ നീ തനിച്ചാക്കിയില്ലേടാ. ഞങ്ങളെ എല്ലാരും നീ ഇങ്ങനെ അനാഥരാക്കി കളഞ്ഞല്ലോടാ കൃഷ്ണ. പറയടാ, ഞങ്ങളിനി എങ്ങനെ ജീവിക്കുമെന്ന് പറയടാ, പറയടാ. നീ ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല, കഴിയില്ല ഞങ്ങൾക്ക്. എന്നാലും നീ ഞങ്ങളെ വിട്ടുപോയി കളഞ്ഞല്ലോടാ. അമ്മേ ഇങ്ങനെ വിഷമിക്കല്ലേ. അമ്മയുടെ മകനില്ലാത്തതിന്റെ കുറവ് നികത്താൻ വേണ്ടിയല്ലേ എന്റെ ഭർത്താവ് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നേ എന്റെ അമ്മേ. അയ്യോ, അതെ അമ്മായി, അളിയന്റെ സ്ഥാനത്ത് എന്നെ കണ്ടോളൂ. അളിയൻ ഇല്ലാത്തതിന്റെ കുറവ് ഞാൻ പരിഹരിക്കും. എന്റെ മകൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. അവൻ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു. അവന്റെ കുറവ് നികത്താൻ സാക്ഷാൽ ദൈവം വിചാരിച്ച പോലെ സാധിക്കില്ല, അറിയോ? സാധിക്കില്ല. അളിയൻ ഇല്ലാത്തതിന്റെ കുറവ് ഞാൻ പരിഹരിക്കും. എന്റെ മകൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. അവൻ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു. അവന്റെ കുറവ് നികത്താൻ സാക്ഷാൽ ദൈവം വിചാരിച്ച പോലെ സാധിക്കില്ല, അറിയോ? സാധിക്കില്ല. നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നേ? എന്തിനാ ഇവിടെ നിൽക്കണേന്ന്? മരിച്ചുപോയത് നിങ്ങളുടെ അളിയൻ മാത്രമല്ല, എന്റെ അമ്മാവൻ കൂടിയാ. നിന്റെ കുടുംബത്തിന് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ബന്ധവും ഇല്ലാന്ന് എന്റെ അളിയൻ പറഞ്ഞു നല്ലടാ. ആ അളിയനെ മരിച്ചു കഴിഞ്ഞു, ഇനി നിനക്ക് എന്താണ് ഇവിടെ കാര്യം? ആരാടാ നീ? എന്റെ അനിയനാ. ഞങ്ങൾ ഒരു ബന്ധവുമില്ലാതെ വലിഞ്ഞു കയറി വന്നവരൊന്നുമല്ല. ഇത് എന്റെ അമ്മ ജനിച്ചു വളർന്ന വീടാ, ഞങ്ങളുടെ മുത്തശ്ശിയുടെ വീട്, എന്റെ അമ്മാവന്റെ വീട്. ഞങ്ങൾക്ക് ഈ കുടുംബമായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറയാൻ നിങ്ങൾ ആരാ?
ഓഹോ, ഇത്ര പെട്ടെന്ന് എല്ലാവരും കൂടി ഇങ്ങ് എത്തിയോ? ഒരു കൊല ചെയ്ത് ഈ കുടുംബത്തിന് ദ്രോഹം ചെയ്തത് പോരാതെ പിന്നെ ഇപ്പൊ എന്ത് പ്രതീക്ഷിച്ച വീണ്ടും വന്ന് ഇവിടെ ഇറങ്ങിപ്പോ. ദോ, പോവാൻ പറയുമ്പോ പോവാനും വരാൻ പറയുമ്പോ വരാനും നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മാമൻ, ഇയാൾ എന്താ ചെയ്യുന്നത് ഞാനും നോക്കട്ടെ. ഇതൊരു ഉപദേശമായോ ഭീഷണിയായോ നിങ്ങൾക്ക് എടുക്കാം. എന്റെ ദേഷ്യം കൂടുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതാണ് നിങ്ങൾക്കും എനിക്കും നല്ലത്. ദയവ് ചെയ്ത് ഇവിടുന്ന് പോകൂ. അന്ന് ഞങ്ങളോട് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോ ഞങ്ങൾ പോയതല്ലേ. ഞങ്ങളോട് നാട് വിട്ടു പോകാൻ പറഞ്ഞ ആള് ഈ ലോകം തന്നെ വിട്ടു പോയല്ലോ. അമ്മയുടെ മകന് ഈ പെങ്ങളോട് എന്തിനാ ഇത്ര ദേഷ്യം അമ്മേ? എന്നോട് ഈ വീട്ടിലേക്ക് വരില്ലെന്ന് പറഞ്ഞു, ഈ നാട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞു. ഇതൊരു ഉപദേശമായോ ഭീഷണിയായോ നിങ്ങൾക്ക് എടുക്കാം. എന്റെ ദേഷ്യം കൂടുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതാണ് നിങ്ങൾക്കും എനിക്കും നല്ലത്. ദയവ് ചെയ്ത് ഇവിടുന്ന് പോകൂ. ഇത്രയും വർഷങ്ങളായിട്ടും പെറ്റമ്മയെയും കൂടപ്പിറപ്പുകളെയും കാണാതെ പിരിഞ്ഞു ജീവിക്കുകയായിരുന്നു ഞാൻ. അതിലെന്തുമാത്രം വേദനിച്ചൊന്നും നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അത് ദൈവത്തിന് മാത്രമേ അറിയൂ. ഇത്രയും വേദനിച്ച് നിൽക്കുമ്പോ പോലും അച്ഛനില്ലാത്ത കുറവ് പരിഹരിച്ച് വീടിന്റെയും നാടിന്റെയും രക്ഷകനായിട്ട് ജീവിച്ചു. എന്റെ അനിയൻ വലിയ ആളായി തീരുന്നത് കണ്ട് ഞാൻ മനസ്സ് അഹങ്കരിച്ചിരുന്നു. എന്നാൽ ഇപ്പോ ആ സന്തോഷം എല്ലാം അസ്തമിച്ചു പോയല്ലോ എന്റെ ഈശ്വര. മോളെ ഭവാനി, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് കൊണ്ട് ഒരപ്പച്ചിയുടെ സ്ഥാനത്ത് നിന്ന് നിനക്ക് ചെയ്യേണ്ട കടമകളൊക്കെ ചെയ്യാൻ കഴിയാതായി പോയി മോളെ. ഇങ്ങനത്തെ ഒരവസ്ഥയില് നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും എനിക്ക് അറിയില്ല മോളെ. നിനക്കും എന്നോട് ദേഷ്യമാണോ മോളെ? വരരുതെന്ന് പറഞ്ഞിട്ട് നാണമില്ലാത്ത കയറി വന്നിരിക്കുന്നു. ഇപ്പൊ എന്തുദ്ദേശത്തിലാ പിന്നെയും കയറി വന്നിരിക്കുന്നേ? ജലജേ, നീ എന്താ പറയുന്നേ? നീ ഈ വീട്ടിലായിരുന്നപ്പോ ദേ നിന്റെ ഭർത്താവ് കാരണം നമ്മുടെ അച്ഛൻ മരിച്ചു. കുറെ വർഷങ്ങൾക്ക് ശേഷം നീ കാലെടുത്ത് കുത്തിയത് പിന്നെ ദേ എന്റെ ചേട്ടനും മരിച്ചു പോയി. എന്താടി ഇത്രയായിട്ട് നിനക്ക് മതിയായില്ലേ? ഇനി നീ ആരെ കൊല്ലാനാ വന്നിരിക്കുന്നേ? ജലജേ, നീ പറയുന്നത് കൂടി പോകുന്നു. ഒരു ചേച്ചിയോട് നീ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കണ്ടേ? ആ ചേച്ചി എന്ന് പറയുന്ന സ്ഥാനമൊക്കെ പണ്ടായിരുന്നു. നിങ്ങളൊക്കെ ആയിട്ട് ഒരു ബന്ധവും വേണ്ടെന്നാ പറഞ്ഞോണ്ടിരിക്കുന്നേ. ഇനി ഒരു മരണം ഉണ്ടാകുന്നതിന് മുമ്പ് നീ ഇവിടെ നിന്ന് പോയി തന്ന ഉപകാരമായിരുന്നു. അമ്മേ, ഇവൾ ഇത്രയൊക്കെ പറയുന്നത് കേട്ടിട്ടും എന്താ അമ്മ മിണ്ടാതിരിക്കുന്നേ? ഏതെങ്കിലും ഒരു സ്ത്രീ ജന്മം തന്നവരെയും കൂടപ്പിറപ്പുകളെയും കൊല്ലാൻ ശ്രമിക്കുവോ? എന്തിനാ അമ്മേ വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൊല്ലാതെ കൊല്ലുന്നേ? ആ, നിന്റെ ഡയലോഗ് കേട്ടോണ്ടിരിക്കാനൊന്നും ഇവിടെ ആർക്കും സമയമില്ല. വേഗം ഇവിടെ നിന്ന് പോയി തന്നാ മതി. എന്റെ അമ്മയെ പോവാൻ പറയാൻ മാത്രം നിങ്ങൾ ആരാ? ഞങ്ങളെ ഇവിടെ നിന്ന് പോവാൻ പറയാൻ മാത്രം ഇത് നിങ്ങളുടെ വീടൊന്നുമല്ല.
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അധികാരം ഉണ്ടെങ്കിൽ അങ്ങ് ഭർത്താവിന്റെ വീട്ടില്, അല്ലാതെ ഈ വീട്ടിലല്ല കാണിക്കേണ്ടത്. എന്താടാ പറഞ്ഞേ? ഇത് ഞങ്ങളുടെ അമ്മാവിന്റെ വീടാ, ഞങ്ങളുടെ മുത്തശ്ശിയുടെ വീട്. ഈ വീട്ടിൽ എന്തെങ്കിലും പറയാനോ ചെയ്യാനോ നിങ്ങളെക്കാളും കൂടുതൽ അധികാരം ഞങ്ങൾക്കുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ദേ, കേട്ടില്ലേ? ഇവരാരും ചേട്ടൻ മരിച്ചതിന്റെ സങ്കടത്തിലൊന്നും വന്നതല്ല. അധികാരവും അവകാശവും പറയാൻ വേണ്ടി വന്നതാ. എല്ലാം മനസ്സിലായല്ലോ ഇപ്പൊ. ഈ സമയത്ത് എല്ലാരും എന്തിനാ ഇങ്ങനെ വഴക്ക് കൂടുന്നേ? ഇത് വഴക്കുണ്ടാക്കിയതല്ല അമ്മേ. ദേ, നിങ്ങളുടെ മൂത്ത മകളും ഭർത്താവും മക്കളും എല്ലാം കൂടെ വലിയ പ്ലാനുമായിട്ടാ വന്നിരിക്കുന്ന കാര്യം അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലേ? നിന്റെ കുടുംബത്തില് നാഗദോഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കൂടി നീ നിന്റെ മകനെ ഇങ്ങോട്ടേക്ക് അയച്ചില്ലേ? എല്ലാവരെയും കൊന്നു കുഴിച്ചു മൂടാൻ വേണ്ടിയല്ലേ അങ്ങനെ ചെയ്തേ? നിന്റെ മകൻ ഇവിടെ കാലെടുത്ത് വച്ചപ്പോ തന്നെ നിനക്കുണ്ടായിരുന്ന നാഗദോഷം ഇവിടെ എല്ലാവർക്കും കിട്ടി. ശത്രുക്കളാണെങ്കിൽ കൂടി ഇത്രയും മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കില്ലടി. സ്വന്തം കൂടപ്പിറപ്പായിരുന്നിട്ട് കൂടി ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നടി നിനക്ക്? ഞാൻ എന്തിനാടി എന്റെ മരുമകനെയും എന്റെ കൂടപ്പിറപ്പിനെയും കൊല്ലാൻ ശ്രമിക്കുന്നത്? പറയടി. ആഹാ, സ്വത്ത് കിട്ടാൻ ആഗ്രഹമുള്ളപ്പോ ആരാ ഇതൊക്കെ ചെയ്യാത്തത്? കുടുംബ വീട്ടിലെ സ്വത്ത് മോഹിച്ചിട്ട് തന്നെയാ നീ നിന്റെ മകനെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ഈ സമയത്ത് വഴക്കൂടാനുള്ള ഒരു മനസ്സിലാത്തോണ്ട് മാത്രമാണ് നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നത്. ഇനി എന്റെ അമ്മയെ പറ്റിയോ കുടുംബത്തെ പറ്റിയോ എന്തെങ്കിലും ആന്റി സംസാരിച്ചാൽ ഇങ്ങനെ ആയിരിക്കില്ല എന്റെ മറുപടി. എന്താടാ നീ വരട്ടാണ് എന്നെ? എന്ത് ചെയ്യും നീ? എന്ത് ചെയ്യടാ നീ? കാണോടോ അർജുൻ, നമ്മളിവിടെ വന്നത് പ്രശ്നം ഉണ്ടാക്കാനല്ല. മര്യാദയുടെ ഭാഷ സംസാരിച്ച് നിനക്കൊന്നും മനസ്സിലാവില്ലെന്ന് തോന്നുന്നു. നിന്നെയൊക്കെ സ്വന്തം അനിയൻ മരിച്ച വാർത്ത അറിഞ്ഞിട്ടാ എന്റെ അമ്മ വന്നത്, അല്ലാതെ നിങ്ങളെപ്പോലെ സ്വത്തിന് വന്നതല്ല. എന്റെ അമ്മയെ പറ്റി ഇനി എന്തെങ്കിലും തെറ്റായി സംസാരിച്ചാലോ കൈവെക്കാനോ എങ്ങാനും മുതിർന്ന ഞാൻ ഇയാളെ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. അന്ന് മുത്തശ്ശി ഇടയിൽ വന്നുകൊണ്ട് മാത്രം ഇയാളെ ഞാനൊന്നും ചെയ്യാത്ത. പക്ഷെ ഇന്ന് അങ്ങനെ ഉണ്ടാവുന്ന ഇയാൾ പ്രതീക്ഷിക്കരുത്. എന്ത് ചെയ്യോടാ നീ? എന്ത് ചെയ്യോന്ന്? തല്ലുവോടാ നീ? തല്ലുവോടാ നീ? നിർത്ത. അച്ഛൻ പോയെന്ന വിഷമത്തിൽ ഞാനും, മകൻ പോയെന്ന വിഷമത്തിൽ എന്റെ മുത്തശ്ശിയും. ഇവിടെ വിഷമിച്ചിരിക്കുമ്പോ നിങ്ങൾക്ക് അതൊന്നും ബാധകമല്ലേ? ദയവ് ചെയ്ത് ഞങ്ങൾ ഇന്ന് വെറുതെ വിട്ടേക്ക്. ആ കരുണയെങ്കിലും ഞങ്ങളോടൊന്ന് കാണിക്കണം. നിങ്ങളോട് ഞാൻ തൊഴുത് പറയാ. നിങ്ങളോട് ഞാൻ യാചിക്കുകയാണ്. അച്ഛാ, അമ്മേ, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അടുത്ത ചടങ്ങുകളിലേക്ക് കടന്നാലോ? കൃഷ്ണ,
നോക്കുമോളെ, നമ്മള് ഭഗവാന് പൂജ ചെയ്ത ആ ദൈവം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സംരക്ഷിക്കുമോളെ. നീ ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട. മുത്തശ്ശനെ കൊന്നു എന്നുള്ള ഒരു കുറ്റം എന്റെ അച്ഛന്റെ മേലെ ആരോപിച്ചു. അതുകൊണ്ട് നിങ്ങൾ എന്തോ തെറ്റിയതുകൊണ്ടാ പാമ്പ് നിങ്ങളെ കൊത്തിയതെന്നാ ഇവരെല്ലാവരും പറയുന്നത്. അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയിക്കുന്നത് വരെ എന്റെ മനസ്സിനൊരു സമാധാനവും കിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ തെറ്റിയിട്ടില്ലെന്ന് തെളിയുന്നവരെ നിങ്ങളുടെ ആത്മാവിനും ശാന്തി കിട്ടില്ലെന്ന് എനിക്കറിയാം. ഉറപ്പായിട്ടും ഇത് രണ്ടും തെളിയിക്കുക തന്നെ ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ശാന്തി കിട്ടും അമ്മാവ. നീയുറങ്ങിയോ നിലാവേ, മഴ നിലാവേ, പെയ്തിറങ്ങി വാ തുളുമ്പും മിഴിതലോടാ ഒരു താരാട്ടിൻ തണലായി മാറാ നറുവെൺ തൂവൽ തളിരാൽ മൂടാ ഇടനെഞ്ചിൽ കൂട്ടും കാണാ കൂട്ടിൽ ഇടറും കിളിയുറങ്ങ്. നീയുറങ്ങിയോ നിലാവേ, മഴ നിലാവേ. മോനെ മുജി, 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 മുജി,